ഡിസൈൻ മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തയ്യൽ മെഷീൻ ഒരു കവർ സ്റ്റിച്ച് ചെയ്യാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചാക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ മെഷീനിലേക്ക് അധികം പൊടി വരില്ല. അപ്പോൾ ഇതേപോലത്തെ ചാക്കുകൾ നമുക്ക് അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്കുണ്ടല്ലോ, അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പീസ് ക്ലോത്തും കൂടെ വെച്ച് ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ക്ലോത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പൊടി കയറും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടെങ്കിൽ പൊടി അത്ര കയറില്ല. അപ്പം കൂടുതൽ കാലം മെഷീൻ ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പൊടി ഇല്ലാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ചാക്കിൻ്റെ 2 പീസ് എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മെഷീൻ്റെ വലുപ്പം അനുസരിച്ച് എടുക്കുക. ഓരോ മെഷീനും വ്യത്യാസമുണ്ടല്ലോ വലുപ്പം, അതനുസരിച്ച് എടുത്ത് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസും കൂടി നമ്മൾ ഇനിയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് മെഷീനിൽ നിന്ന് അളവെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഏത് കോട്ടിങ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതേപോലെ മെഷീൻ്റെ വീതി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 11 ഇഞ്ച്, അതിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടി 5 ഇഞ്ചും കൂടി കുറച്ച് ലൂസും തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 5 ഇഞ്ച് നീളം വീണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ വീതി എടുക്കുക. വീതി ഇവിടെ കിട്ടുന്നത് 11 ഇഞ്ചാണ്, 11. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും അതുപോലെ തന്നെ ലൂസും കൂടെ കൂട്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മെഷീൻ്റെ ആ കറക്റ്റ് അളവിൽ എടുക്കരുത്, കുറച്ച് ലൂസിലിടണം, അല്ലെങ്കിൽ നമുക്ക് എടുക്കാനും കയറ്റാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കനം ഉണ്ടല്ലോ, ഇവിടുത്തെ വീതി ഇത് നമ്മൾ നോക്കണം. മുകളിലത്തെ എടുക്കരുത്, താഴത്തെ എടുക്കണം കേട്ടോ. മുകളിൽ അത്ര വീതി ഇല്ല, താഴെയാണ് കൂടുതൽ. അപ്പോൾ വീതി കൂടുതലുള്ള ആ പോർഷനിൽ ഇപ്പോൾ ഇവിടെ 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്, 6. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഈ 8 ഇഞ്ച് വീതിയിൽ എടുക്കുന്നത് കേട്ടോ. അപ്പം 6 ഇഞ്ചായിരുന്നു വീതിയെങ്കിലും 2 ഇഞ്ച് കൂട്ടിയെടുത്തു. അപ്പോൾ നമ്മൾ എല്ലാത്തിലും കുറച്ച് ലൂസ് ഇടുക, നമുക്ക് എത്രയാണ് ആവശ്യമെന്ന് അനുസരിച്ചിട്ട്. നമ്മൾ കറക്റ്റായിട്ട് എടുക്കരുത് കേട്ടോ. ഇനി അതിൻ്റെ നീളം എടുക്കേണ്ടത് നമുക്കതിന് ചുറ്റിനും വെക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നീളം അധികം എടുക്കുക. കണ്ടോ, ഈ സൈഡ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോയി റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എത്ര വേണം എന്നുള്ളത് നമ്മൾ ആ നീളം ഒന്ന് കണക്കാക്കിയിട്ട് അത്ര അനുസരിച്ച് എടുക്കുക. കുറച്ച് നീളം കൂട്ടിയെടുത്താലും കുഴപ്പമില്ല, ആവശ്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 പീസ് ഇതുപോലെ യോജിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഞാൻ ഈ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു, അതേ വലിപ്പത്തിലും വീതിയിലും കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാ ലെയറിനും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. വെക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല. ഈ പോർഷൻ നമുക്ക് പുറത്തേക്ക് ആകത്തക്ക രീതിയിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 പീസിനും ചുറ്റും അടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വെക്കുന്ന പീസിനും അതുപോലെ തന്നെ നീളത്തിലും വീതിയിലും ഫുള്ളായിട്ട് ഈ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സൈഡ് അടിച്ചെടുക്കുക. ഇനി ക്ലോത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഏത് സൈഡിലാണോ വെക്കേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ വയ്ക്കുക. ഞാനിപ്പം വൈറ്റ് പോർഷൻ ഉള്ളിലേക്ക് ആകത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ എല്ലാ ലെയറിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടിക്കുമ്പോൾ എളുപ്പമുണ്ട്, കാരണം 2 ലെയർ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വിട്ടുപോകും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ, ചുറ്റും ഇതുപോലെ എല്ലാ ലെയറിലും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനെ യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല വശങ്ങൾ ഒരേപോലെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പോർഷൻ ഇതുപോലെ വെച്ചു. അതിന് ശേഷം നമ്മൾ ആ ഇടയ്ക്ക് വരുന്ന പീസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ചുറ്റും അടിച്ചു കൊടുക്കുക. താഴത്തെ പോർഷനിൽ മാത്രം വരണ്ട, കാരണം അവിടെ നമുക്ക് കയറ്റിയിടാനുള്ളതല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ കോർണർ എത്തുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട, ഇതേപോലെ ചുറ്റും അടിച്ചു കൊടുത്താൽ മതി. ആ പോർഷന് കോർണർ എത്തുമ്പോൾ താഴേക്ക് വീണ്ടും തിരിച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ബാക്കി വരുന്നുണ്ട്, അത് നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ കോർണറൊക്കെ എങ്കിലും ഇതേപോലെ നമ്മൾ തിരിച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു പോർഷൻ്റെ ഒരറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. കോർണർ എത്തിയപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തു. കണ്ടോ, അവിടെ തിരിച്ചു കൊടുത്തു. അങ്ങനെ മറ്റേ കോർണറിലും തിരിച്ചു കൊടുത്തു.
അതിനുശേഷം ഇവിടെ എത്തിയപ്പോൾ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മറ്റേ പോർഷൻ്റെ ആ നീളത്തിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിക്കളയാണ് ചെയ്യുന്നത്. ഇതേപോലെ മടക്കി കണ്ടോ, ഇങ്ങനെ വരും നമുക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത പോർഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ സൈഡ് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ നല്ല സൈഡ് ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങുക. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ അടിച്ചു, കോർണർ എത്തി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിക്കുക. ഉണ്ടോ, അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കുക. വീണ്ടും ഈ പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് അടിക്കുക. അതിനുശേഷം അടുത്ത കോർണർ എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു കൊടുക്കുക, താഴേക്ക് അടിച്ചെടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് അടിച്ചു വരുമ്പോഴത്തേക്കും ആ അറ്റം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തു. ഇപ്പോൾ കണ്ടോ, തുല്യമായിട്ട് നമുക്ക് കിട്ടി. ഇതേപോലെ ചുറ്റും നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ അടിച്ച് എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം, നമുക്ക് ആ മുകളിൽ ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണക്കാക്കിയിട്ട് ആദ്യം അതൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മടക്കി കണ്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ സെൻറ്ററും കൂടെ നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ പുറത്താണ് കേട്ടോ വെക്കേണ്ടത്, ഇവിടെ ഉള്ളിൽ വെക്കരുത്. നമുക്ക് പിടിക്കാനുള്ള അതുകൊണ്ട് പുറത്ത് വരണമല്ലോ. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ കണക്കാക്കി അതിനുശേഷം ഇതുപോലെ നമുക്കിപ്പോൾ ഈ സഞ്ചിയുടെ ചാക്കിൻ്റെ അറ്റത്ത് നമുക്ക് കാണുമല്ലോ ഇതേപോലത്തെ വള്ളി. അപ്പോൾ നമുക്ക് ആ വള്ളി എടുത്ത് ഹുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കോർണറുകളെല്ലാം നല്ല നീറ്റായി കിട്ടി. നമുക്കിനി ഇതിൻ്റെ സൈഡ് മടക്കി അടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കിയാൽ മതി കേട്ടോ. അവിടെ ചാക്കും കൂടെ ഉള്ളതുകൊണ്ട് നല്ല കട്ടിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ചുറ്റും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം തിരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഷേപ്പിലും നല്ല നീറ്റായും കിട്ടിയിട്ടുണ്ട്. ഉൾവശം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ കോർണറുകളെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനിലൊന്ന് ഇട്ട് നോക്കാം. കണ്ടോ, നല്ല ഈസി ആയിട്ട് ഇടാനും എടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.